ഇന്ന് നമുക്ക് നല്ല ആശീർവാദ നെയ്യ് വെച്ചിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് തുടങ്ങാം. ഈ നെയ്ച്ചോറൊക്കെ നല്ല എളുപ്പപ്പണിയാണല്ലേ. ആദ്യമൊക്കെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ നെയ്ച്ചോറ് ഉണ്ടാക്കലൊക്കെ ഭയങ്കര ആ, സംഭവമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് നെയ്ച്ചോറ്. ഈ കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയപ്പോഴാണ് നെയ്ച്ചോറ് ഇത്രയും ഈസി ആയത്. അപ്പോൾ എന്തായാലും നമ്മൾ നെയ്ച്ചോറ് അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. കറി പിന്നെ എന്തായാലും രാത്രി ഇഷ്ട കറി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അതിലേക്ക് മാച്ചായിട്ട് ഇടിയപ്പം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇടിയപ്പത്തിനുള്ള മാവൊക്കെ കുഴച്ച് അത് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇടിയപ്പത്തിൻ്റെ അച്ച് മാറിപ്പോയി എന്ന് പിടി കിട്ടിയത്. ഒരെണ്ണം ഇഡ്ഡലിക്കുഴിയിലേക്ക് ഇട്ട് കണ്ടപ്പോഴാണ് ഭയങ്കര തടി. അപ്പം ഞാൻ നോക്കിയപ്പം മുമ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പുട്ടുംകുറ്റീൻ്റെ ചില്ലാണ് കേട്ടോ ഞാനിത് ഇട്ട് കൊടുത്തത്. പിന്നെ എവിടെയും ആ ഇടിയപ്പത്തിൻ്റെ ചില്ല് നോക്കിയിട്ട് കാണാനില്ല. അവസാനം ഞാൻ ആ തടിയുള്ള ചില്ല് വെച്ചിട്ട് തന്നെ എന്തായാലും ഇടിയപ്പം ഉണ്ടാക്കിയെടുത്ത്. കാരണം നമുക്ക് പിന്നെ ഒരു വേറെ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല. തൽക്കാലം ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് വെച്ചിട്ട് തന്നെ നല്ല തടിയുള്ള ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇസ്റ്റ് കറി ഉള്ളതിനെ കൊണ്ട് കോമ്പിനേഷൻ ഓക്കെയാണ്. അത് കഴിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഇടിയപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല നൈസായിട്ട് ഉള്ള ആ ഒരു ഇടിയപ്പമല്ലേ കഴിച്ച് ശീലിച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ലഞ്ചിന് നെയ്ച്ചോറാണല്ലോ വെച്ചത്. അപ്പോൾ ഞാൻ കുറച്ച് നെയ്ച്ചോറും കൂടി എനിക്ക് ഉച്ചക്കലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്ച്ചോറിന് കേബേജ് ഉപ്പേരി കോമ്പിനേഷൻ ആണോ എന്ന് മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നെയ്ച്ചോറിന് കേബേജ് ഉപ്പേരിയോ? ഞങ്ങളവിടെ കോഴിക്കോട് നെയ്ച്ചോറിന് കേബേജ് ഉപ്പേരി അല്ലെങ്കിൽ ചീരപ്പേരി, അതാണ് കേട്ടോ കോമ്പിനേഷന്. നിങ്ങളുടെ അവിടെയൊക്കെ ഈ ഒരു കോമ്പിനേഷന് ഉണ്ടോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ.